സുംബ ഡാൻസ് വിവാദത്തിൽ കടുത്ത പ്രതിഷേധം തുടർന്ന് മുസ്ലിം സംഘടനകൾ യാതൊരു ചർച്ചകളുമില്ലാതെയാണ് സർക്കാർ പദ്ധതി നടപ്പിലാക്കിയതെന്നും സർക്കാരിന്റെ പിടിവാശിയാണെന്നും SYS സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മുസ്ലിം മത നേതാക്കളുടെ പ്രസ്താവനകൾ ലഹരിയേക്കാൾ വിഷമാണെന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് മുസ്ലിം സംഘടനകളോടുള്ള പൊതുസമൂഹത്തിന്റെ ഒരു നറേറ്റീവ് മാത്രമാണെന്നും മുസ്തഫ മുണ്ടുപാറ. സമസ്ത ഉൾപ്പെടെ ഇതിൽ വലിയ പ്രതിഷേധവുമായി രംഗത്ത് ഇറങ്ങിയ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മുസ്തഫ മുണ്ടുമാറ നമ്മളൊപ്പം ചേരുന്നുണ്ട്. വലിയ വിവാദങ്ങളിലേക്കാണ് പോകുന്നത്. അത്ര വിവാദങ്ങളാക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? നമ്മുടെ ജനാധിപത്യ രാജ്യമാണല്ലോ. പ്രത്യേകിച്ച് വിദ്യാലയങ്ങളിൽ സർക്കാർ പുതിയ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അത് സംബന്ധമായ ഒരു പഠനമോ അല്ലെങ്കിൽ കൂടുതൽ അതിനെക്കുറിച്ചുള്ള ചർച്ചയോ നടക്കാതെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. വിയോജിപ്പുകൾ നമ്മുടെ കേരളത്തിൻ്റെ സ്വാഭാവികതയാണ്. അതാ കേരളത്തിൻ്റെ സവിശേഷത. ആ വിയോജിപ്പുകളെ ഉൾക്കൊള്ളാനും അതിന് പരിഹാരം കാണാനും തയ്യാറാവുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. ഇത് നമ്മൾ ആഗ്രഹിക്കുന്ന വലിയൊരു ലക്ഷ്യമുണ്ട്. സർക്കാർ ആഗ്രഹിക്കുന്ന മഹത്തായ ഒരു ലക്ഷ്യം ഞങ്ങൾ സർക്കാരിനെ അഭിനന്ദിക്കുകയാണ്. ഇക്കാര്യത്തിൽ സർക്കാർ എടുത്ത സർക്കാർ സ്വീകരിച്ച സമീപനം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അത് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും കൂടി ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് വേണം ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ. നമ്മളെ സംബന്ധിച്ച കാര്യത്തിൽ വൈകാരികമായ വിഷയങ്ങളൊന്നും ഇതിൽ ഉദിക്കുന്നില്ല. ഈ സുംബ എന്നതിനെ കുറിച്ചുകൊണ്ട് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നൊരു ചിത്രം എന്താ? നമ്മുടെ സ്കൂളുകളിലേക്ക് ഇത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ സ്കൂളുകൾ അധ്യാപകർക്ക് കൈമാറിയ അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ലഭ്യമാകുന്ന ചിത്രം അനുസരിച്ചുകൊണ്ട് നഗ്നാവസ്ഥയിലാണ് അത് നടക്കുന്നത്. നമ്മൾ ചിത്രത്തിൽ കാണുന്നത്. നമുക്കൊരു കൾച്ചറുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൽ ഊന്നിന്നുകൊണ്ട് മുന്നോട്ട് പോയി തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് സാധ്യമാവും. ഇതിന് പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതാണ്. ഇത് വലിയൊരു പോരാട്ടത്തിൽ ഞങ്ങൾക്കുമൊക്കെ പങ്കാളികളാവേണ്ട ഒരു പോരാട്ടം. അതിൽ ഞങ്ങളെയും കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ട് പോകുന്ന അല്ലേ ജനാധിപത്യ സംവിധാനത്തിൽ നല്ലത്? ഇങ്ങനെ എന്തിനാണ് സർക്കാർ ഇക്കാര്യത്തിൽ വാശി പിടിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും കൂടി പോരാടേണ്ട ഒരു വിഷയത്തെ ഇങ്ങനെ ഒരു കമ്പാർട്ട്മെൻറ്റ് സൈസ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അത് നമ്മൾ ഒന്നിച്ച് നേരിടുക. അത് ലഹരിയേക്കാൾ വലിയ വിഷമാണ് ഈ മതനേതാക്കൾ ഇത്തരം പ്രസ്താവന നടത്തുന്നത് സമൂഹത്തിൽ ഉണ്ടാക്കുന്നതാണ് മന്ത്രി പറഞ്ഞത്. അത് മന്ത്രി പറഞ്ഞത് വലിയൊരു അബദ്ധമാണ്. കാരണം അത് ഇന്നത്തെ ഇവിടെ ഒരു നറേഷൻ അങ്ങനെയുണ്ട്. മുസ്ലിം സമുദായത്തിൽ നിന്നുകൊണ്ടൊരു ആവശ്യം വരുമ്പോഴേക്കും അത് വർഗീയതയായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം. അത് മുസ്ലിങ്ങൾ പറയുമ്പോൾ സത്യത്തിൽ ഇത് ഇല്ലാത്തൊരു വർഗീയത വിളിച്ചുണർത്തുന്നതാണ് മന്ത്രി ആ പറഞ്ഞ പ്രസ്താവന. ഇല്ലാത്തൊരു വർഗീയതയെ വിളിച്ചുണർത്തി അച്ഛൻ പത്തായത്ത് പോലും ഇല്ലട്ടോ എന്ന് പറഞ്ഞല്ലോ. ആ ശൈലിയിൽ വിളിച്ചുണർത്തി അത് അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോവും ആ മന്ത്രിയുടെ പ്രസ്താവന. ഈ ചർച്ചയാണ് വേണ്ടത്. ചർച്ചയിൽ ഏത് തരത്തിൽ മുന്നോട്ട് പോകാമെന്ന് ആലോചിക്കാം. സർക്കാരിന് ഈ വിഷയത്തിൽ പിടിവാശി പാടില്ലെന്നും ആണ് മുസ്തഫ മുണ്ടുപാറ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അരുൺ പുതുപ്പാടിയോടൊപ്പം രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം. മുസ്തഫ മുണ്ടുപാറയുമായി സംസാരിച്ച രതീഷ് വാസുദേവൻ നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. രതീഷ്, പ്രതിഷേധം തുടരുകയാണ്. ഇതിൽ കുറേ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നത് അർദ്ധനഗ്നമായിട്ടുള്ള ഒരു ചിത്രമാണ് എന്നതുൾപ്പെടെ പറയുന്നുണ്ട്. ഒരു തെറ്റിദ്ധാരണയാണോ യഥാർത്ഥത്തിൽ മുസ്ലിം സംഘടനകൾക്ക് ഇതുണ്ടായിട്ടുള്ളത്? മന്ത്രി പറഞ്ഞതിലും ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടില്ലേ? വിനിൽ, ഇതിൽ കൃത്യമായ വ്യക്തത സംസ്ഥയ്ക്കുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത്തരം സംഗതികളെക്കുറിച്ച്, വ്യായാമങ്ങൾ, ഇത്തരം നൃത്ത ഇനങ്ങൾ ഒക്കെ സംബന്ധിച്ച് നേരത്തെ തന്നെ സംസ്ഥയ്ക്കുണ്ടായ വ്യക്തത, ആശയവ്യക്തത നമുക്കറിയാം. വിശ്വാസികൾ എന്ന നിലയ്ക്കും അവരുടെ ആശയധാരയോട് ബന്ധപ്പെട്ടും കൃത്യമായ വ്യക്തത സംസ്ഥയ്ക്കുണ്ട്. അതിൻ്റെ കൂടെ ഭാഗമായാണ് ഈ സംസ്ഥയിലെ നേതാക്കൾ ഉൾപ്പെടെ ഇതിനെതിരെ പ്രതിഷേധവുമായി വന്നിട്ടുള്ളതെന്ന് വ്യക്തമാണ്. വരും ദിവസങ്ങളിലും അത് കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം സൂംബയെക്കുറിച്ച് അവർ പറയുന്ന അവ്യക്തമായ കാര്യങ്ങൾ അത് നല്ല വ്യക്തതയോട് കൂടി തന്നെയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വേറൊരു സംസ്കാരത്തിലേക്കുള്ള പോക്കാണ്, വേറൊരു സംസ്കാരത്തിലേക്കുള്ള വാതിൽ തുറക്കലാണ് സുംബ. അത് മാത്രവുമല്ല, ഇതിനു മുമ്പ് സർക്കാരിനെയും അത് കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ജെൻഡർ ന്യൂട്രാലിറ്റിയിലേക്ക് എത്താൻ ഉള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇതെന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് എന്നും മുസ്തഫ മുണ്ടുപാറയും പരോക്ഷമായി സൂചിപ്പിക്കുന്നുണ്ട്. ആ പാഠപുസ്തകത്തിൽ ഉൾപ്പെടെ അത്തരം
ചില നീക്കങ്ങൾ നടന്നിരുന്നു. ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ അല്ലെങ്കിൽ ഒരേ വസ്ത്രം എന്നൊക്കെയുള്ള ചില നിയമങ്ങൾ നിർദ്ദേശങ്ങൾ സർക്കാർ കൊണ്ടുവന്നിരുന്നു. വലിയ പ്രതിഷേധം അതിൽ ഞങ്ങളെ പ്രതിഷേധം അറിയിച്ചിരുന്നു എന്നും അവർ പറയുന്നുണ്ട്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ സൂംബയുമായി ബന്ധപ്പെട്ട് സമസ്ത വിഭാഗം നേതാക്കൾ അല്ലെങ്കിൽ ചില മുസ്ലിം സംഘടനാ നേതാക്കളൊക്കെ ഉയർത്തിയ വിഷയം കൃത്യമായ ധാരണയോടുകൂടി തന്നെയാണ്. അവർക്ക് ആശയപരമായി ഈ ഇനത്തെ ഇല്ലെങ്കിൽ ഈ വ്യായാമ രീതിക്കെതിരെ കടുത്ത എതിർപ്പുണ്ട് എന്ന് വ്യക്തമാക്കുന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിട്ടുള്ളത്. SYSന്റെ നേതാവ് കൂടിയാണ് മുസ്തഫ മുണ്ടുപാറ. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവർ അപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവ്യക്തമായി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ തീർത്തും വ്യക്തമായിട്ടാണ് എന്നുള്ളതാണ് രതീഷ് വാസുദേവൻ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇത് പോകുമോ എന്നുള്ള ആശങ്കയാണ് പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ച് നിന്ന് ഡാൻസ് കളിക്കുന്നതിനെ എതിർക്കാനുള്ള കാരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകേണ്ടതും എന്നും രതീഷ് പറയുന്നതിലൂടെ വ്യക്തമാണ്. അപ്പോൾ മുസ്ലിം സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്. മന്ത്രി പക്ഷേ സർക്കാരിൻ്റെ നിലപാടുമായി മുന്നോട്ട് പോകും എന്ന് വ്യക്തമാക്കുന്നു.